കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി ബാധിച്ചുള്ള മരണം 2 കരിപ്പമണ്ണ പുളിക്കാഞ്ചേരി വള്ളിക്കാട്ടിൽ മോഹനന്റെ മകൻ ജിജോ മോഹൻ 42 വയസ്സാണ് മരിച്ചത്. താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. കഴിഞ്ഞയാഴ്ചയാണ് ജിജോ മോഹന് പനി ബാധിച്ചത്. കരിങ്കല്ലത്താണിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടിയെങ്കിലും രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ച പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി ബാധിച്ച് 2ാമത്തെ മരണമാണിത്. കഴിഞ്ഞ ദിവസം പൊമ്പ്ര അമ്പലമ്പാടം കന്നിച്ചാലിൽ മറിയ ഡെങ്കിപ്പനി ബാധിച്ച് മരണപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും കരുതലുകളെക്കുറിച്ചും കോട്ടപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് കെ പറയുന്നു. ഡെങ്കിപ്പനി പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഡെങ്കിപ്പനി മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡെങ്കിപ്പനി ഗുരുതരമായ ഒരു വൈറൽ രോഗമാണ്. ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കൊതുകുകടിയിലൂടെ മാത്രമാണ് ഡെങ്കിപ്പനി പകരുന്നത്. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ പകൽ സമയങ്ങളിൽ മാത്രമാണ് കടിക്കുന്നത്. ശുദ്ധജലത്തിലാണ് ഈ കൊതുക് കൂടുതലായി വളരുന്നത്. പെട്ടെന്നുള്ള പനി, ശക്തമായ തലവേദന, കണ്ണിൻ്റെ പിൻവശത്തെ വേദന, പേശികളിലും സന്ധികളിലും വേദന, വിശപ്പും രുചിയും നഷ്ടപ്പെടൽ, വെളിച്ചത്തേക്ക് നോക്കുവാൻ പ്രയാസം, ഓക്കാനവും ഛർദിയും, വയറുവേദന, ഇതൊക്കെ തന്നെ ഡെങ്കിപ്പനിയുടെ രോഗലക്ഷണങ്ങളാണ്. ഡെങ്കിപ്പനി 3 തരത്തിൽ വരാം. ക്ലാസിക്കൽ ഡെങ്കിപ്പനി, ഡെങ്കു ഷോക്ക് സിൻഡ്രോം, ഡെങ്കു ഹെമറാജിക് ഫീവർ. ഡെങ്കു ഹെമറാജിക് ഫീവർ ചില സന്ദർഭങ്ങളിൽ മരണകാരണമായേക്കാം. ശരീരത്തിനകത്ത് ശക്തമായ രക്തസ്രാവം ഉണ്ടാവുകയാണ് ഈ ഡെങ്കു ഹെമറാജിക് ഫീവറിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യവാനായ വ്യക്തി ഉഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യം വരെ കണ്ടേക്കാം. അത് ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്ന പേരിൽ അറിയപ്പെടുന്നു. പനി വരുന്ന സമയത്ത് ധാരാളം വിശ്രമം നിർബന്ധമാണ്. അതും കൊതുകുവലയ്ക്കകത്തായിരിക്കണം വിശ്രമം. ചൂടുള്ള ആഹാരം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ORS കഴിക്കാം, ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാം. പനി കൂടുകയാണെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് ദേഹം തുടച്ച് പനി കുറയ്ക്കുക. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ശക്തമായ വയറുവേദന, തുടർച്ചയായിട്ടുള്ള ഛർദി, ശരീരത്തിൽ നീര് വരിക, അത് വയറിലാവാം, ശ്വാസകോശത്തിലാവാം, അതുപോലെ തന്നെ മൂക്ക്, മോണ, ഇവിടെ നിന്നൊക്കെ രക്തസ്രാവം ഉണ്ടാവുക, കടുത്ത ക്ഷീണമോ അസ്വസ്ഥതയോ അല്ലെങ്കിൽ അമിതമായ ക്ഷീണം അല്ലെങ്കിൽ വിശ്രമിക്കാൻ കഴിയാത്ത ഒരവസ്ഥ, പ്ലേറ്റ്ലേറ്റ് കൗണ്ടിലെ കുറവ്, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടത് തന്നെയാണ്. വീടിനകത്തും പുറത്തും ചെറുപാത്രങ്ങളിൽ നിന്നും വെള്ളം കെട്ടിക്കിടക്കുന്ന മറ്റു സ്ഥലങ്ങളിൽ നിന്നും വെള്ളം നീക്കം ചെയ്യുക. ടയറുകൾ, ചിരട്ട, കുപ്പി, മൺപാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ഇവയിലൊന്നും വെള്ളം കെട്ടിക്കിടക്കാതെ സൂക്ഷിക്കുക. ആഴ്ചയിലൊരിക്കൽ ഒരു ഡ്രൈ ഡേ ആചരിക്കുക. മഴക്കാലങ്ങളിൽ റബ്ബർ തോട്ടങ്ങളിൽ ചിരട്ടകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കാതിരിക്കുക. ജലശേഖരങ്ങളിലും അതുപോലെ തന്നെ താമര കുളങ്ങളിലുമൊക്കെ തന്നെ ഗപ്പി, ഗംബൂസിയ പോലുള്ള മത്സ്യങ്ങളെ വളർത്തുക. പനി വന്നാൽ വിദഗ്ധ ചികിത്സ നേടുക. ഈ സന്ദേശങ്ങളുമൊക്കെ ആയി ആരോഗ്യ വകുപ്പിൻ്റെ അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളുടെ ഒക്കെ പ്രതിനിധികൾ നിങ്ങളുടെ വീടുകളിലെത്തി നിങ്ങളോട് ചേർന്ന് കൊതുകുകളുടെ ഉറവിട നിർമ്മാർജ്ജനത്തിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ശ്രദ്ധിക്കുക, പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലത്.